നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. പഠനത്തിനും പ്രാർത്ഥനയ്ക്കുമിടയിൽ ഒരു സൗഹൃദവേദി. പുതിയതും പഴയതുമായ എല്ലാ കൂട്ടുകാർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കുസൃതികളും നന്മകളും കോർത്തിണക്കിയ കഥകളുടെ പൂങ്കാവനത്തിലേക്ക് നമുക്ക് പോകാം. കാട്ടിലെ കൂട്ടുകാർ. സൈക്കിള് ചവിട്ടി മടുത്തു. എങ്കിലും എനിക്ക് തന്നോളൂ. അയ്യടാ, പിന്നെ മടുത്തെന്ന് പറഞ്ഞതോ? ഞാനേ ന്യൂ ജനറേഷൻ ആക്കുന്ന കാര്യമാ പറഞ്ഞത്. ഓ, ന്യൂ ജനറേഷനോ? അതേന്ന് ഒരു 200cc ബൈക്കൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് ഇങ്ങനെ. സംഗതി കൊള്ളാം. 200cc ബൈക്കിന് ലക്ഷങ്ങൾ വേണം കേട്ടാ. അതൊക്കെ എനിക്കറിയാമെന്ന്. എന്നിട്ടാണ് ഈ അത്യാഗ്രഹം പറയണത്. ഡ്രീംസ് ഒക്കെ ആർക്കും കാണാമല്ലോ. കാണാം കാണാം കാണാം. പക്ഷെ സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ ഇരിക്കും. മനോഹരമായി നടക്കാത്ത സ്വപ്നം ഞാൻ യാഥാർത്ഥ്യമാക്കും, ഏത് വിധത്തിലായാലും. അതിനെ ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ വല്ല നിധി കിട്ടണം. എന്ത് വില കൊടുത്തും ബൈക്ക് വാങ്ങും. അപ്പൊ എന്നെയും കൂട്ടണം പപ്പീസേ, ബൈക്ക് ഓടിക്കുമ്പോഴേ. എന്റെ ഗംഭീരെ, താൻ ആദ്യം സൈക്കിൾ ചവിട്ടാൻ പഠിക്ക്, എന്നിട്ട് മതി ബൈക്ക്. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഓ ചെല്ല് ചെല്ല്. പപ്പീസ് എന്തായാലും ബൈക്ക് വാങ്ങും. എങ്ങനെയെങ്കിലും സൈക്കിൾ ഓടിക്കാൻ പഠിച്ച പപ്പീസിന്റെ സൈക്കിള് നമുക്ക് കൈക്കലാക്കാം. പക്ഷെ പപ്പീസിന് ബൈക്ക് കിട്ടണം. എന്തെങ്കിലും ഐഡിയ അവന് പറഞ്ഞു കൊടുത്താ ചിലപ്പോ എനിക്ക് ഗുണം ചെയ്യും. ഐഡിയ എവിടെ, ഐഡിയ എവിടെ, ഐഡിയ എവിടെ? മുഷായർ തോ നഹീ, മുഷായർ तो नहीं. അല്ല കുറിച്ചേട്ടാ, ഇന്നലെ നമ്മൾ പങ്കലഘട്ടിൽ പങ്കിടുമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇന്ന് കുറച്ച് വർക്ക് തീർത്ത് കൊടുക്കാനുണ്ട് കപിൽ. ഈ പങ്കിലും കേട്ട് വളരെ ഭംഗിയാണെന്ന് പറഞ്ഞു കേട്ടത്. ഞാനും കേട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കുറേ ഫോട്ടോസ് കളക്ട് ചെയ്യണം. കുറിച്ചേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? പോകാം ഗംഭീർ. ഈ വർക്കൊന്ന് തീരട്ടെ, അത് കഴിഞ്ഞിട്ട് പോകാം. എന്നാൽ ഞാൻ പുറത്തു പോയിട്ട് എന്തെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് വരാം. വെരി ഗുഡ്. കാടിന്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് കാട്ടിൽ വെച്ച് കഴിക്കാം. എങ്കിൽ ഞാൻ വരാം കേട്ടോ. പിന്നെ കപിൽ വരുമ്പോഴേക്കും ഞാൻ റെഡി ആയിരിക്കും കേട്ടോ. ചേട്ടാ. എത്ര ആലോചിച്ചിട്ടും ഒരു ഐഡിയയും കിട്ടണില്ലല്ലോ. ഓ, ആ പപ്പീസിനെ കയ്യിലെടുത്തില്ലെങ്കിൽ കാര്യങ്ങൾക്കൊരു നടപടി ആവില്ല കേട്ടാ. സൈക്കിള് പഠിക്കുക എന്നത് എൻ്റെ അടങ്ങാത്ത ആഗ്രഹം. നടക്കാവോ ആർക്കറിയാ.
വാ 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 സൂപ്പർ സൂപ്പർ. ഓഹോ, എന്റെ പൊന്നു കോരിച്ചേട്ടായി, എന്തൊരു ബ്യൂട്ടിഫുൾ ഈ പങ്കലങ്കാട്. ഓ, ഇതിനേക്കാൾ ഭംഗി ഉൾഭാഗത്താണ്. എങ്കിൽ നമുക്ക് അങ്ങോട്ട് നീങ്ങിയാലോ? തീർച്ചയായും. അതിനു മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ദാറ്റ് ഈസ് ഗുഡ് ഐഡിയ. ഓക്കേ. അപ്പൊ വെള്ളം ഞാൻ എടുത്തോളൂ. എപ്പോഴേ എടുത്തു. നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കേ, ഇവിടെ ഇരുന്ന് ഈ കാടിന്റെ കുളിർമയിൽ നമുക്ക് അല്പം ഫുഡ് കഴിക്കാം. ഞാൻ ആദ്യമായിട്ട് കാട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഉം. ആ, വെള്ളം കുപ്പി തുറന്നു വെച്ചു. വെജ് വാങ്ങിയിട്ടുണ്ടോ? എങ്കിൽ എനിക്ക് വെജ് വേണ്ട കേട്ടോ. നിനക്ക് നോൺ വെജ് ഇരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓ, ഈശ്വര, സ്വപ്നായിരുന്നു ഇത്. ഛേ, നല്ലൊരു സ്വപ്നായിരുന്നു. കഷ്ടമായി പോയി, കട്ടായി പോയത്. സ്വപ്നല്ല, ബൈക്കിന്റെ ശബ്ദം, ബൈക്കിന്റെ ശബ്ദം. ഓ, ദേ ബൈക്ക് വരുന്നു. ആ, ബൈക്കുമായി പപ്പീസ് വരുന്നുണ്ടല്ലോ. പപ്പീസ് അല്ലല്ലോ അത്. ഇതൊരു പുതിയ ടീംസ് ആണല്ലോ. ഓക്കെ, നമുക്ക് ഫോട്ടോ എടുക്കാൻ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് പോകാം. അത് നല്ലതാ. കാടിന്റെ ഭംഗി ആസ്വദിക്കാമല്ലോ. വെരി കറക്റ്റ്, യു കം. ചേട്ടാ, അപ്പൊ ഈ ബൈക്കോ? ഓ, അവിടെ ഇരിക്കട്ടെ. അല്ല, ആരെങ്കിലും എടുത്തോട്ട് പോകുമോ? ഈ കാട്ടിൽ ആര് വരാൻ? ഓ, കപിൽ വാ, കം ഓൺ. നോക്കി നടക്കണം കേട്ടോ. അട്ടയുണ്ടാകും, അട്ട. ചോര കുടിക്കുന്ന അട്ട. പേടിപ്പിക്കല്ല ചേട്ടാ. പോയി. ആ, സംഗതി കൊള്ളാലോ. ഈശ്വര, എന്റെ അമ്മ, ബൈക്കുമായി പോണത് ഇപ്പൊ സ്വപ്നം കണ്ടേ ഉള്ളൂ. എന്റെ അമ്മ, ഇതെടുത്ത് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിക്കണം. ഈശ്വര, ഇതെങ്ങനെ സ്റ്റാർട്ടാക്കുക? ആ പപ്പീസ് കൂടെ ഉണ്ടെങ്കിൽ സംഗതി വളരെ എളുപ്പയേനെ. ചേട്ടാ, എന്തായാലും ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം, അതും നല്ലത്. ഇതിപ്പോ വല്ലണ്ടായല്ലോ. എന്ത് ചെയ്യാനാ? ഇതിപ്പോ എവിടെ വെക്കുക? വീട്ടിലെത്തുമ്പോഴേക്കും എന്റെ ഗ്യാസ് പോയിട്ട് തളർന്നു വീഴും. ആഹാ, ഇത് കൊള്ളാലോ. ഇതിന്റെ ചോട്ടിൽ പറ്റിയ സ്ഥല, നല്ല ക്യാപ്പ്. ഇവിടെ ഇരിക്കട്ടെ. ഈ മുതലിനെ ഇവിടെ നിന്ന് ഒതുക്കാം. ഇതിവിടെ മൂടി വെച്ചിട്ട് പോയിട്ട് സ്റ്റാർട്ടാക്കാൻ ആരെങ്കിലും വിളിച്ചോണ്ട് വരണം. അങ്ങനെ ഇരിക്കട്ടെ. ഒരു
ജോലികളും കിട്ടിയ ഗുരുതരഗാവ് പെട പ്യാര സുസുതിര മ്യാര തുരുരുരു. എന്തേ കാണുന്നത്? അമ്മോ, ബൈക്ക് ഇതെവിടുന്ന് കിട്ടിയത്? ഇതെവിടുന്ന ഈ ബൈക്ക് കിട്ടിയത്? പറയ്. പിന്നെ ഞാൻ വീട്ടില് വരങ്ങണ്ട എങ്ങനെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞാ മതി. അത് പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് വാങ്ങി തന്നതാ. ഗംഭീറിന്റെ വീട്ടിൽ നിന്നോ? ബൈക്കോ? അതും സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത തനിക്ക്. നോണ പറയല്ലേ? അത് ഞാൻ പിന്നെ സത്യം പറ, ഇതെവിടുന്ന് പൊട്ടിച്ചതാ? ഞാന് എല്ലാം പറയാം. പറയാം കേട്ടാ. അതായത് നീ ആള് കൊള്ളാമല്ലോ. പപ്പീസ് എന്നെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കൂ. പിന്നില്ലാതെ ഞാൻ പഠിപ്പിക്കും നിന്നെ ബൈക്ക്. വാ, നമുക്ക് ഇവിടുന്ന് ഇതിന് മാറ്റാം. ഓക്കേ, ദാറ്റ്സ് കറക്റ്റ് ഐഡിയ. മാറ്റിക്കോ. ഞാൻ എത്ര കഷ്ടപ്പെട്ട് മറച്ചു വെച്ചാണെന്ന് അറിയൂ. എടുത്തോ, നിനക്ക് സ്റ്റാർട്ടാക്കാൻ ബൈക്ക്. മയക്കുമരുന്ന് കലർത്തിയ മിഠായി കൊടുത്ത് ട്രെയിനിൽ കൊള്ളയടി. നമസ്കാരം സാർ. നമസ്കാരം. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾ വൈൽഡ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വന്നവരാ. ഓഹോ, എന്താ വിശേഷിച്ച്? സാർ, ഞങ്ങൾക്കൊരു ചെറിയ പ്രോബ്ലം പറ്റി. എന്താ പ്രശ്നം? ഞങ്ങള് ഇവിടെ അടുത്തുള്ള പങ്കലങ്കാടിന്റെ ഫോട്ടോസ് എടുക്കുന്നതിന് വേണ്ടി വന്നതായിരുന്നു. ഓഹോ സാർ, ഞങ്ങൾ ബൈക്കുമായാണ് വന്നത്. ഞങ്ങളുടെ ബൈക്ക് മോഷണം പോയി. എന്ത്? ബൈക്ക് മോഷണം പോയെന്നോ? അതെ സാർ, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോറസ്റ്റിന്റെ അകത്തേക്ക് കയറിയ സമയത്ത് ആരോ ബൈക്ക് മോഷ്ടിച്ചു. ഇത് കണ്ടോ? ഈ പത്രം മുഴുവനും മോഷണവും പിടിച്ചുപറിയും മാത്രമേ ഉള്ളൂ. കണ്ടീഷൻ. അതെ, മറ്റുള്ളവരുടെ മുതൽ കൈക്കലാക്കാൻ വേണ്ടി മത്സരിക്കുന്നവർ. അവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണം. അതാ വേണ്ടത്. മോഷണം ഒരു അസുഖമാണ് സാർ. അത് ശരിയാണ്. അതൊരു മാനസിക പ്രശ്നമാണ്. മറ്റുള്ളവരുടെ സാധനങ്ങൾ കാണുമ്പോൾ അത് കൈക്കലാക്കുവാനുള്ള ആഗ്രഹം. എന്തായാലും നിങ്ങളുടെ ബൈക്ക് നമുക്കൊന്ന് അന്വേഷിക്കാം. വളരെ ഉപകാരം സാർ. നിങ്ങൾ ഇരിക്കി, ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരാം. ഓക്കേ സാർ. കുറച്ചു വരുമ്പോഴേക്കും ബൈക്ക് എത്തേണ്ടോടത്ത് എത്താതിരുന്നാൽ മതിയായിരുന്നു. കുത്താൻ പറ്റുന്നില്ല. നടന്ന് വേദന കൂട്ടിക്കൊണ്ടിരിക്കട്ടോ. ബൈക്ക് പഠിക്കാനുള്ള മോഹം വരുത്തി വെച്ചൊരു വിനി. അതെ, നമ്മൾ അന്യന്റെ മുതലുമായി കടന്നു കളഞ്ഞതിനുള്ള ശിക്ഷ കിട്ടി. പാപം, ആ ബൈക്കിന്റെ ഉടമസ്ഥര് ഇപ്പൊ വണ്ടി കാണാണ്ട് വിഷമിക്കുന്നുണ്ടാവും. നമ്മൾ ചെയ്ത തെറ്റ് തിരുത്തി അവരുടെ ബൈക്ക് അവരെ ഏൽപ്പിക്കുന്നത് വരെ ഇനി നമുക്ക് സമാധാനം ഉണ്ടാകില്ല കേട്ടോ. അതും ശരിയാ. എന്തായാലും ഇനി വീട്ടിൽ പോയി കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ബൈക്കിന്റെ കാര്യം നമുക്ക് ആലോചിക്കാം. നീ നടക്ക്. ഒരു വണ്ടി കിട്ടിയാൽ എത്ര നന്നായിരുന്നു. എന്റെ അത്രമാത്രം കള്ളന്മാരൊന്നുമുള്ള സ്ഥലമല്ല ഇത്. ഓഹോ, അങ്ങനെയാണോ? ചിലപ്പോ ബൈക്കിനോടുള്ള ഭ്രമം കാരണം കൊണ്ടുപോയതായിരിക്കാം. അത് ശരിയായിരിക്കാം. കളവായിരിക്കില്ല ഉദ്ദേശം. ചുമ്മാ കുറച്ചു നേരം ഓടിക്കാൻ വേണ്ടി ആരെങ്കിലും എടുത്തതുമായിരിക്കാം. വാ, നമുക്ക് നോക്കാം. ഓക്കേ സർ. ഒരു ടാക്സി വിളിക്കാൻ പോലും പണമില്ലാത്തതാ കഷ്ടമായി പോയത്. ടാക്സി മരുന്ന് തന്നെ ആശുപത്രിയിലുള്ളവരുടെ കാരണം കൊണ്ട് കിട്ടിയത്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം നൽകി, അത്രമാത്രം. അല്ല, പപ്പീസും ഗംഭീറുമല്ലേ? എന്താ പറ്റിയത്? സാറേ, അത് പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ സാറേ.
അബദ്ധമോ? അതെ സാറേ, ഞങ്ങളൊന്ന് വീണു. ഓ, ഇതുപോലെ പറ്റാൻ എന്ത് വീഴ്ചയായിരുന്നു പപ്പീസ് ചെയ്ത്? ഞങ്ങൾ ചെയ്ത വലിയൊരു തെറ്റിന്റെ ശിക്ഷ സാറേ, ഈ അടയാളങ്ങളൊക്കെ. നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. മനസ്സിലായോ? മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ജീവിക്കാൻ വേണ്ടി ഇവരുടെ തൊഴിലുമായി നമ്മളുടെ കാട്ടിലെത്തിയ ഇവരെ നിങ്ങൾ പറ്റിച്ചു. ഇവരുടെ സമയം കളഞ്ഞു. ഇവരുടെ ജോലി തടസ്സപ്പെടുത്തി. സാർ പറഞ്ഞത് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ബൈക്ക് എടുത്തത് ഇവരാണ്. അത് പിന്നെ സാർ, ഇവരാണെന്ന് എങ്ങനെ നമ്മൾ പിന്നെ കാണാതെ എങ്ങനെ സമർത്ഥിക്കും? അതൊക്കെ എനിക്കറിയാം. ഇവർ തെറ്റ് ചെയ്തത് ഇവരുടെ മുഖത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാകും. നിങ്ങൾ ക്ഷമിക്കണം സുഹൃത്തുക്കളെ, ചെയ്ത തെറ്റിന് ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചു. അതെ, മാപ്പാക്കണം. തെറ്റ് ചെയ്ത് അത് മറച്ചുവെച്ച് മറ്റുള്ളവരെ കബളിപ്പിച്ച് സമൂഹത്തിൽ ഉന്നതരാകുന്ന എല്ലാവരുടെയും ഗതി ഒടുവിൽ ഇതായിരിക്കും. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. എന്ത് തെറ്റു ചെയ്താലും ഒരിക്കൽ അത് പുറത്തു വരും. അതിനുള്ള ശിക്ഷ ലഭിക്കുകയും ചെയ്യും. നേർവഴി നടക്കുന്നവർക്ക് എന്നും എവിടെയും തുണയായി ഈശ്വരനുണ്ടാകും. ഇനിയുള്ള ജീവിതം നേർവഴിക്ക് നടക്കുവാൻ തീരുമാനിക്കുക. അപ്പോൾ നിത്യജീവന്റെ പാതയിലേക്ക് എത്തിച്ചേരാനാകും. കഥകളുടെ പൂങ്കാവനത്തിൽ നിന്നും കരവിരുതും ചിന്താവിഷയം അടങ്ങിയ ചെപ്പ് തീർക്കാനുള്ള സമയം. കാണാം മാണിക്കച്ചെപ്പ്. മാണിക്കച്ചെപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്താണ് എൻ്റെ അലങ്കാരം. ഇപ്പം ഈ ചിന്താവിഷയത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കിടക്കാം. അത് ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമുള്ളത് 2 സൈഡും വ്യത്യസ്ത നിറത്തിലുള്ള കടലാസാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഈ കടലാസിൻ്റെ ഒരു വശത്ത് പിങ്കും മറുവശത്ത് വൈറ്റുമാണുള്ളത്. അപ്പോൾ ഇതുപോലെ 2 വശത്തും വ്യത്യസ്ത നിറത്തിലുള്ള കടലാസാണ് നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിന് ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത കടലാസിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ മനോഹാരിത ലഭിക്കത്തില്ല ഇതുണ്ടാകുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഒരു കടലാസിന് പറയുന്ന പേര് ഫ്ലൂറസൻ പേപ്പർ എന്നാണ്. അപ്പോൾ ഇതുപോലെ ക്രാഫ്റ്റ് പേപ്പർ എന്നുള്ള പേപ്പർ കിട്ടും, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ പേപ്പർ കിട്ടും. ഇങ്ങനെയുള്ള പല പേപ്പറുകളും ഒരു വശത്ത് മാത്രം നിറമുള്ള പേപ്പറുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ ഏതെങ്കിലും ഒരു കടലാസ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളിത് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വെള്ള പേപ്പറിൻ്റെ ഒരു വശത്ത് വല്ല ക്രയോണോ വല്ലതും വെച്ച് നിങ്ങൾ കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മറുവശം വെറുതെ ഇട്ട് കഴിഞ്ഞിട്ട് ആ കടലാസ് ഉപയോഗിച്ച് നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ കടലാസിനെ നമ്മൾ സ്ക്വയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സാധാരണ ഒരുമാതിരിപ്പെട്ട ആളുകളുടെ എല്ലാം സൈസിൽ നോക്കുവാണെങ്കിൽ ഇത് A4 പേപ്പർ മതിയാവും. പിന്നെ നിങ്ങൾ കൂടുതൽ സൈസുള്ള വ്യക്തി, അപ്പം ഈ A4 സൈസിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വലിയ പേപ്പറിൽ ഈ പറയുന്ന സാധനം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമേ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മളിതിനെ സ്ക്വയർ ആക്കി മാറ്റണം. സ്ക്വയർ ആക്കാനായിട്ട് ഇങ്ങനെ പേപ്പർ പിടിച്ച് കഴിഞ്ഞിട്ട് പേപ്പറിൻ്റെ ഈ വീതി കുറഞ്ഞ അറ്റം എടുത്തിട്ട് വീതി കൂടിയ അറ്റത്തോട് ഇങ്ങനെ ചേർത്ത് മടക്കണം. അപ്പോൾ നീളം ഉള്ളിടത്തോട് മടക്കി രണ്ടും കൂടെ ഒരുപോലെ ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇതിൻ്റെ താഴെ ഉള്ള ഭാഗം നമ്മൾ മുറിച്ച് കളയണം. അപ്പോൾ മുറിച്ച് കളയാനായിട്ട് ഏറ്റവും നല്ലത് ഇങ്ങനെ മുകളിലേക്കൊന്ന് മടക്കി ഒരു പാടുണ്ടാക്കി കഴിഞ്ഞിട്ട് മുറിച്ച് കളയണം. ഇതാ ഇപ്പോൾ ഞാനിവിടെ മടക്കിയിട്ടുണ്ട്. ഇപ്പം നോക്കി കണ്ടോ, ഇതാണ് മടക്കിയിരിക്കുന്നത്. അപ്പം ഈ മടക്കിയ ഭാഗം നമ്മൾ മുറിച്ച് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് സ്ക്വയർ കിട്ടുന്നത്. മുറിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ആ മിച്ചമുള്ള ഭാഗമാണിത്. ഇത് നമുക്ക് തൽക്കാലം ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിത് മാറ്റി വെച്ചേക്കുക. മിച്ചമുള്ള ഭാഗം നിവർത്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്ക്വയർ കാണാൻ പറ്റുന്നത്. ഒരു സൈഡിൽ പിങ്ക്, ഒരു സൈഡിൽ വൈറ്റ്. ഇനിയിപ്പം നമ്മുടെ ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു ലൈനുണ്ട് നമ്മുടെ സ്ക്വയർ ആക്കാനൊക്കെ. ആ ലൈനിൽ കൂടെ തന്നെ ഇങ്ങനെ മടക്കുക. ഇനി ചെയ്യേണ്ടത്
ഇതിൻ്റെ വളരെ കുറച്ചൊരു 1/2 സെൻറ്റിമീറ്റർ വല്ലതും വീതിയിൽ, ഈ വക്കിൻ്റെ അവിടുന്ന് 1/2 സെൻറ്റിമീറ്റർ താഴെ ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞിട്ട് അത്രയും വീതിയിൽ നമ്മൾ ഒരു മടക്ക് ഉണ്ടാക്കണം. അതായത് ഈ പേപ്പർ ഈ ഭാഗം എടുത്തിട്ട് നമുക്ക് ഒരു മടക്ക് ഇങ്ങനെ ഒരുമിച്ച് മടക്കാൻ പോകും. മടക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പം മടക്കേണ്ട ഭാഗം ഇവിടെ ഇങ്ങനെ ഇതാ ഒരു പാടിപ്പോൾ കാണാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തേരം വീതിയിലാണ് മടക്കേണ്ടത്. ഇത് നമ്മളെടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് മടക്കി. ഇപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് ഇപ്പം ഒരു വശത്തോട്ട് മടക്കിയത് തന്നെ മറുവശത്തോട്ടും അതേ രീതിയിൽ തന്നെ അത് നൂർത്ത് കഴിഞ്ഞിട്ട് മറുവശത്തേക്ക് മടക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എളുപ്പമാകാൻ വേണ്ടിയാണ്. അതേ രീതിയിൽ തന്നെയാണ് രണ്ട് സൈഡിലേക്ക് ആ മടക്കുപാട് ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ നിവർത്തുക. എല്ലാ മടക്കുകളും ഇങ്ങനെ നിവർത്തുക. അപ്പം ഇങ്ങനെ കിട്ടും. അപ്പം നമ്മുടെ പേപ്പറിൽ 3 മടക്കുപാടുണ്ടാവും. 1, 2, 3. ഇനി ചെയ്യേണ്ടത് ഇതിൽ നമ്മുടെ ഈ മുകളിലുള്ള മടക്കുപാടുണ്ടല്ലോ, ആ മടക്കുപാടിലൂടെ ഈ കടലാസ് ഇങ്ങനെ താഴോട്ട് മടക്കുക. അപ്പം അങ്ങനെ മടക്കുമ്പം ഈ അറ്റത്തുനിന്ന് കുറച്ച് മാറിയായിരിക്കും നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം നമുക്ക് പിങ്കായിട്ടും കുറച്ച് ഭാഗം വൈറ്റായിട്ടും കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ പേപ്പറിൻ്റെ താഴെ നോക്കുവാണെങ്കിൽ, ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഈ പേപ്പറിൻ്റെ ഇതിന് സമാനമായിട്ട് ഇവിടെ ഒരു മടക്ക് കാണാം. അപ്പോൾ സൗകര്യത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാം പേപ്പർ. ഇങ്ങനെ പിടിക്കാം. ഇവിടെയായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയൊരു മടക്കുപാടുണ്ട്. അപ്പം ആ മടക്കുപാടിലൂടെ പേപ്പറിനെ നമ്മൾ മടക്കണം. ആ മടക്കുപാടിലൂടെ പേപ്പറിനെ ഒന്ന് മടക്കി ഒരു പാടുണ്ടാക്കുക. അതിന് ജസ്റ്റ് ഒന്ന് നോക്കുക, കണ്ടോ? അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ മറുവശത്ത് നമുക്ക് ആ പാട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ മടക്കുപാടുണ്ടാക്കി അപ്പം നമ്മൾ ഇപ്പുറത്തെ സൈഡ് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വൈറ്റും പിങ്കും ചേർന്നൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇത് തുടർച്ചയായിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ മടക്കുക. അപ്പോൾ ഒന്നും നമ്മൾ മടക്കിയില്ല. ഇപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഇതേ രീതിയിൽ തന്നെ മടക്കുക. ഒരു തവണ ഞാൻ മടക്കി. അപ്പം ഓരോ തവണ മടക്കുമ്പോഴും ഇവിടെ ഇങ്ങനെ വൈറ്റ് പിങ്ക് അല്ലെങ്കിൽ പിങ്ക് വൈറ്റ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നിങ്ങളെ ഒരു ഡിസൈൻ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഞാൻ മടക്കാൻ പോകണം. ഇത് വീണ്ടും ഒന്നും കൂടെ മടക്കാൻ പോകണം. വീണ്ടും മടക്കാൻ പോകണം. അപ്പം പിങ്ക് വൈറ്റ് ഡിസൈൻ വരുന്നു, ചെയ്യുന്നു. അപ്പം ഇത് അവസാനമാകുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കാര്യമായിട്ടുള്ള മടക്കി ഇങ്ങനെ പിടിച്ചിരിക്കാനായിട്ടൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയ ത്രികോണം, ഇവിടെ ഒരു ചെറിയ ത്രികോണം. വേണമെങ്കിൽ, നിർബന്ധമല്ല, വേണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ചെറിയ ത്രികോണം ഇങ്ങനെ ഇരിക്കാനായിട്ട് കൂടുതൽ ഇത് വേണ്ടി വരുന്നുണ്ട്. ഇവിടെ ഒരു സ്വല്പം പശ വേണമെങ്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ സൗകര്യമായിട്ട് അവിടെ ഇരുന്നോളൂ. പശ നിർബന്ധമല്ല, സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. എന്താ ഇങ്ങനെ ഒരു സ്ട്രിപ്പായിരിക്കും നിങ്ങളുടെ കിട്ടിയിരിക്കുക. അപ്പം ഈ ഒരു ഭാഗവും ഇച്ചിരി പശ തേച്ചിട്ടുണ്ട്. പശ നിർബന്ധമുള്ള കാര്യമില്ല. അപ്പം നോക്കിയേ, ഇപ്പോൾ പിങ്ക് വൈറ്റ് ഈ ഒരു രീതിയിൽ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സാവകാശം നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യുക. ഇങ്ങനെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ അറ്റങ്ങൾ വരുമ്പോഴത്തേക്കും ഒന്നിനകത്തേക്ക് മറ്റത് കയറ്റി വെക്കുക. ഇവിടെ ഇതിന് ഇവിടെ തുളയുണ്ട്, ഇവിടെ തുളയുണ്ട്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഇവിടെയും തുളയുണ്ട്. അപ്പം ഇതിൻ്റെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞിട്ട് ഒരു അറ്റം എടുത്തു കഴിഞ്ഞിട്ട് ഒരു തുളയ്ക്കകത്തേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. അപ്പോൾ ഏത് അറ്റം വേണമെങ്കിലും ഏത് തുളയ്ക്കകത്തോട്ടും കയറ്റി വെക്കുക. ഒരെണ്ണത്തിനകത്തേക്ക് ഇത് കൃത്യമായിട്ട് കയറി പോകുന്നതായി നമ്മൾ കൃത്യമായിട്ട് മടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കയറ്റി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആകൃതി നമ്മൾ വൃത്തമാക്കുക. ഇതിൻ്റെ ആകൃതി നമുക്ക് വൃത്തമായിരിക്കണം. അതിനുശേഷം ഇങ്ങനെ നിങ്ങൾ കയ്യിലേക്ക് ഇടുക. ഇതിപ്പം കുറച്ചുകൂടെ കയറ്റി വിടണം. ഇപ്പം കൈയുടെ ഇവിടെ വിടണമെങ്കിൽ ഇതിപ്പം
കണ്ടോ, ഇപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വീതി കുറച്ചുണ്ടാക്കാൻ വേണമെങ്കിൽ വീതി കൂട്ടി ഉണ്ടാക്കാം, പല വലിപ്പത്തിലുണ്ടാക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനകത്തോട്ട് കയറ്റുന്നുള്ളതനുസരിച്ചായിരിക്കും ഈ കൈയുടെ സൈസ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കയറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ ചെറുതാവും. പിന്നെ പേപ്പറിൻ്റെ വലിപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറിയ പേപ്പർ എടുക്കാം, ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കണമെങ്കിൽ. വലിയ ആളുകൾക്കാണെങ്കിൽ ചിലപ്പോൾ ഈ സൈസ് പോരാന്നുണ്ടെങ്കിൽ വേറെ ഇതുണ്ടാക്കാം. പിന്നെ ഇപ്പോൾ ഇതുവഴി ഇങ്ങനെ കയറാൻ പ്രയാസമുള്ളവർക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ ഹെൽപ്പോടുകൂടി ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ അകത്തോട്ട് കയറ്റി വെക്കുക. അപ്പം തന്നെ നമുക്കിങ്ങനെ അകത്തോട്ട് കയറ്റി വെക്കാൻ പ്രയാസമാണ്, വേറൊരാളുടെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പം ആക്ടിവിറ്റി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് കിടക്കാം. എന്തായിരുന്നു നമ്മുടെ ചിന്താവിഷയം? എന്താണ് നമ്മുടെ അലങ്കാരം, അല്ലേ? അപ്പം നമുക്ക് എല്ലാവരും, നമ്മൾ സ്ത്രീകൾ ആണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാവരും പല രീതിയിലുള്ള അലങ്കാരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അലങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഭരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്, മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്, അല്ലേ? ഇതൊന്നും തെറ്റൊന്നുമല്ല. നമ്മളെല്ലാവർക്കും 2 അലങ്കാരങ്ങളുണ്ട് ജീവിതത്തിൽ. ഒന്ന് നമ്മുടെ എന്തോന്നാണ് നമ്മൾ പുറമെ ധരിക്കുന്ന അലങ്കാരങ്ങൾ, മറ്റൊന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ചിന്തയിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മളെ അടിസ്ഥാനപരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ വളയും മാലയും ചെരുപ്പും ഒക്കെ ധരിച്ച് നമ്മളെ അലങ്കരിക്കുന്നു, ശരിയാണ്. പക്ഷേ ഇതോടൊപ്പം സൽപ്രവർത്തികളാൽ നമ്മൾ നമ്മളെ അലങ്കരിക്കാറുണ്ടോ? അങ്ങനെ നമ്മളെ അലങ്കരിക്കാറില്ലെങ്കിൽ ലോകത്തിലുള്ള ഏറ്റവും വില കൂടിയ ബ്രേസ്ലെറ്റ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആ അലങ്കാരത്തിന് ഒരു വിലയും ഉണ്ടാവില്ല. സൽപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കപ്പെടുമ്പോൾ മറ്റ് യാതൊരു അലങ്കാരവും നമുക്കില്ലെങ്കിൽ പോലും നമ്മുടെ ആ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ വലുതായി പ്രൊജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ യഥാർത്ഥത്തിലെ അലങ്കാരമെന്ന് നമ്മൾ ഇനി മുതൽ ചിന്തിക്കണം. ഏതവസരത്തിലും നമുക്ക് സ്നേഹവും കരുണയും പ്രകടിപ്പിക്കാൻ കഴിയുമോ? ഏതവസരത്തിലും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുമോ? ഏതവസരത്തിലും ഏത് കാര്യത്തിൻ്റെയും നല്ല വശം നമുക്ക് എപ്പോഴും കാണാൻ കഴിയുമോ? അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ശീലം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റാൻ കഴിയാത്ത ഒരു അലങ്കാരം നമ്മുടെ ഉള്ളിൽ നമ്മളിൽ രൂപപ്പെട്ടു വന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് മീനിങ് ഫുള്ളായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടത് പെട്ടെന്ന് ഊരി മാറ്റാവുന്ന അലങ്കാരങ്ങളല്ല, എത്ര ശ്രമിച്ചാലും ഊരി മാറ്റാൻ കഴിയാത്ത. അപ്പം 7 അല്ല 70 അല്ല 770 വട്ടമല്ല 7070 വട്ടം ശ്രമിക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ യഥാർത്ഥ അലങ്കാരമാകേണ്ടത്. ബാക്കിയെല്ലാം ഊരി മാറ്റാവുന്ന അലങ്കാരങ്ങളാണ്. അങ്ങനെയുള്ള അലങ്കാരങ്ങൾ നമുക്ക് ശാശ്വതമായി ഒന്നും നൽകത്തില്ല. നമ്മുടെ ഉള്ളിൽ നന്മ വിളയുമ്പോഴും ആ നന്മയെ നമ്മൾ സ്ഥായിയായിട്ട് നിലനിർത്തുമ്പോഴാണ് ബാക്കിയുള്ള അലങ്കാരങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത്. നിങ്ങൾക്കും രചിക്കാം കഥകളും ചിത്രങ്ങളും. എന്നിട്ട് അയച്ചു തരിക. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും പുതുമ നിറഞ്ഞ വിഭവങ്ങളുമായി നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.